ഹായ് ഗായ്സ്, വെൽക്കം ടു ഇൻകൺസിസ്റ്റന്റ് വ്ളോഗ്സ്. എത്ര നാളായാലേ നമ്മളൊരു ഫുൾ ടൈം വ്ളോഗ് ചെയ്തിട്ട്. ഇന്ന് ഞങ്ങളെ സ്കൂളിൽ നിന്ന് സ്റ്റാഫ് എല്ലാവരും കൂടി ഞങ്ങളുടെ 1 ഇയറിലെ ജേണി ഇൻഡ് ചെയ്യാറായപ്പം ഒരു മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വാഗമണിലേക്ക് ഒരു ട്രിപ്പ് പോയി. ഒരു 1 ഡേ ട്രിപ്പ്. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ തോരൻ വന്നു, തോരൻ വന്നു, തക്കാളം വന്നു, അവിയൽ വന്നു, കിരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു. അങ്ങനെ 10% ഞങ്ങളുടെ യാത്രയും പൂർത്തിയായി. എല്ലാ യാത്രയിലും സംഭവിക്കുന്നത് പോലെ ഞങ്ങളും ഇതിനിടയ്ക്ക് ഭയങ്കര തുള്ളലായിരുന്നു. ആ തുള്ളലിനൊരു അവസാനമേ ഇല്ലായിരുന്നു. നിരവധി പാട്ടുകളും അനവധി ഗാനങ്ങളിലെ രംഗങ്ങളും ഇട്ട ഞങ്ങൾ തുള്ളി 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 മടുക്കാറായപ്പോൾ ബിന്ധ്യാമിസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് മുമ്പായി ഒരു ബ്രെഡ് കൊണ്ട് തന്നു. ബ്രെഡ് എന്ന് വെച്ചാൽ ബ്രെഡും ജാമും കൂടെ ഫില്ല് ചെയ്ത ബ്രെഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായി പോയി. അങ്ങനെ ഞങ്ങൾ പാലായിൽ എത്തിച്ചേർന്നു. പാലായിലെ ഗ്രാൻഡ് കോട്ടേഡ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായി വണ്ടി നിർത്തിയത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ അല്ലായിരുന്നു. അപ്പം അതിനുശേഷം എല്ലാവരും ഒന്ന് ഫ്രഷായി എന്തൊരു ബഹളായിരുന്നു അല്ലേ? അതാ ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഇപ്പതേ കഴിപ്പൊക്കെ കഴിഞ്ഞ റോസ് ടീച്ചർ പുറത്തിറങ്ങി, ബിന്ധ്യാമിസ് പുറത്തിറങ്ങി, റാണ ടീച്ചർ പുറത്തിറങ്ങി, അന്നമ്മ ടീച്ചറാണെ ഭയങ്കര ഗൗരവത്തോടെയാണല്ലോ. അങ്ങനത്തെ ഡാന ടീച്ചറും സരക ടീച്ചറും അരവിന്ദ് സാറും ഒക്കെ പുറത്തിറങ്ങി. ജസ്റ്റിൻ സാറ് പുറത്തിറങ്ങി, സിബിച്ചൻ സാറ് പുറത്തിറങ്ങി. ആഹാ, കൊള്ളാലോ. ഭക്ഷണം കഴിച്ചേന്റെയാണോ ഈ ചാട്ടമൊക്കെ? എന്നാ നമുക്കൊന്ന് തിരിച്ചു കയറ്റി അങ്ങ് വിട്ടേക്കാം അല്ലേ? ഇനി ഞങ്ങളെ ഒരു റീൽ എടുക്കാൻ പോവാ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. റീലൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയേ കാണിക്കാറുള്ളൂ പുറത്തോട്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്രയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രജാപതിയിലേക്ക് ഇങ്ങനെ ബം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കോസ്റ്റുകളൊക്കെ ഉണ്ട്. എങ്കിലും തുള്ളലാണല്ലോ നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. പ്രിയമുള്ളവരെ, കർണാടക ബോർഡറിലുള്ള മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ. അങ്ങനെ ഞങ്ങൾ ഈ വ്യൂ പോയിന്റിൽ ഇറങ്ങി. ശരിക്കും ഞങ്ങൾ ഏതൊരു സ്ഥലത്ത് ഇറങ്ങുന്നതിൻ്റെ പിന്നിലെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റീലെടുക്കുക എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ലോഡ് റീലുകൾ എവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒന്ന് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ ഇറങ്ങിയാലും നമുക്ക് റീലെടുക്കുക എന്നാണ് മെയിൻ ഉദ്ദേശം. അപ്പം ഇവിടെയും ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടി നല്ല ലൊക്കേഷനൊക്കെ തപ്പി ഞങ്ങളെല്ലാവരും കൂടെ നേരെ താഴോട്ടിറങ്ങി. താഴോട്ടിറങ്ങി വരുമ്പം ഒത്തിരി നമുക്ക് കാഴ്ചകൾ കാണാനും നല്ല കാലാവസ്ഥയൊക്കെയാണ്. വെയിലുണ്ടെങ്കിലും നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ചൂടെടുക്കുന്ന വിയർക്കുന്ന അങ്ങനത്തെ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ട് ഒക്കെ സെറ്റാക്കി. എന്തൊക്കെ സ്റ്റെപ്പ് ഇടണമെന്നുള്ളതെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചു. തൊപ്പി വെക്കണോ, കൂളിംഗ് ഗ്ലാസ് വെക്കണോ, ആരൊക്കെ ഏതൊക്കെ ലൈനിൽ നിൽക്കണോ, ആരൊക്കെ എങ്ങനെയൊക്കെ നടക്കണം, എല്ലാ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സെറ്റൊക്കെ ചെയ്ത് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഒരു 2-3 റീലുകളും എല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ആ വ്യൂ പോയിന്റിൽ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി. നോക്കിക്കേ, ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവറിലാണ്. മുകളിലേക്ക് കയറി കഴിഞ്ഞാലോ അവിടെ ആണെങ്കിൽ നിറയെ കൊച്ചു നമ്മൾ പള്ളിപ്പെരുന്നാളിലൊക്കെ വരുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു വണ്ടിയിലൊക്കെ ഐസ്ക്രീം കടകളും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളിതേ ഇനി സ്വല്പം മ്യൂസിക് ആവാം ഗൈസ്. ഗൈസ്, മുളയാടീസ് വീണ്ടും എത്തിയിരിക്കുന്നു. മ്യൂസിക്കിൽ നിന്ന് ഡാൻസിലേക്ക്. അങ്ങനെ നമ്മൾ മൊട്ടക്കുന്നിൽ എത്തിച്ചേർന്നപ്പോൾ നോക്കിക്കേ, ഭയങ്കര വെയിലായിരുന്നു. കണ്ടോ, എല്ലാവരുടെയെങ്കിലും കുടയൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ ടിക്കറ്റൊക്കെ എടുത്തു, അകത്ത് കയറി നടന്നു, ചുമ്മാ നടക്കുകയായിരുന്നു.
അധികമൊന്നും ഞങ്ങൾ ദൂരോട്ട് പോയില്ല. കാരണം ഇതിനു മുമ്പ് ഒത്തിരി ഞങ്ങളെല്ലാവരും തന്നെ പലതവണ ഇവിടെ കയറി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട്. നന്നായിട്ട് നിൽക്കാവോ? റോസ് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി നിൽക്കാവോ? സ്വിറ്റ് സാറ് ഇച്ചിരി കയറി നിൽക്കാവോ? ജേസൻ സാറും കയറി നിൽക്കാവോ? കുട മാറ്റേ, മ്യൂസിക് പോരട്ടെ. ആഴമറിയാ സാഗരമണി തീരമണയാ കൂരിരൊഴിനേകനായൊരു മാതയാ. അത് ചെല്ലോ എന്റെ ഒരാൾ മുട്ടാൻ മുത്തപ്പ. അവരെവിടെ വരെ എത്തി? ഹലോ ഷിബു, ഉണ്ണിക്കുട്ട, ഭാസ്കര, ഒന്നും മിണ്ടാതില്ല. ഞാനെന്തപ്പോ ഞാനൊരു പാട്ട് പാടട്ടാ. ചിന്ന ചിന്ന തൊട്ടി കട്ടി അമ്മ സല്ലും വാരിതാരോ ഇസൈതാനേ ഇസൈതാനേ ആണും. ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാവേ. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചമ്പക്കുളത്ത് വെച്ചിട്ടൊരു ചാട്ടം വീഡിയോ എടുത്തായിരുന്നു. അതിന്റെ ബാക്കി വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. രാജാവ് ചാടി, ഭൃത്യൻ ചാടി. രാജാവും ഭൃത്യനും ഒരുമിച്ച് ചാടി. അവസാനം എല്ലാവരും കൂടെ കൂട്ടത്തോടെ ചാടി. അങ്ങനെ ചാട്ടത്തോടെ ചാട്ടമായി മാത്രം മാറി. ശരിക്കും ഞങ്ങൾ ഈ വീഡിയോ എടുത്തതിന് ഒരു പ്രയോജനം ഇല്ലാതായി. കാരണം ഈ വീഡിയോ എടുത്തപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ മൂലം ഇത് എഡിറ്റ് ചെയ്ത് റീലാക്കിയാൽ റീച്ച് കിട്ടത്തില്ല, പകരം ഞങ്ങൾക്ക് ട്രോളുകൾ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തില്ല. കുറേ പ്രാവശ്യം ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ മുട്ടക്കുന്നിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയായി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വഴിയെ കാണാം. അമ്മച്ചി ഒന്നും നിൽക്കണേ. ശരി, ഈ ഏറ്റുവഴി പോകുന്നതേക്ക് മറുക്കിൻ ചൊല്ലിന അടുത്തിന്റെ വഴി. അമ്മച്ചി നേപ്പാളിയാണെങ്കിൽ എരപ്പാളിയാണ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാകണ്ടോ. ഏത് മറവിലൊടിച്ചാലും ഈ അരസുമൂട്ടി അപ്പൂക്കുത്ത നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആഹാ, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉച്ചവരെയുള്ള രസകരമായ കാഴ്ചകൾ. അതിനുശേഷം ഞങ്ങളൊരു ഹോട്ടലിൽ പോയി ഞങ്ങൾ ചോറ് വേണ്ടി കയറി ചോറൊക്കെ ഉണ്ടു. ചോറൊക്കെ കൊണ്ടതിന് ശേഷം റെസ്റ്റൊക്കെ എടുത്തു. റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രയിലേക്ക് ഗൈസ്, ഞങ്ങൾ കുട്ടിക്കാലത്തിലേക്കുള്ള യാത്രയിലുള്ള ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ കാണപ്പെട്ട കുറെ തേയിലത്തോട്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇനിയും കാണിക്കുന്നത്. അപ്പൊ ഈ ദൃശ്യങ്ങൾക്ക് നമുക്ക് സ്വല്പം മ്യൂസിക് തങ്കേറ്റ് അടിപിടിച്ചു. She moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I've never named while I stay in my lane. But something in the way she moves keeps pulling at my chain. Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your wandering down. She hums a tune I've never heard in languages I can't speak. She writes down cities on her wrist and dreams she'll never keep. I sip my coffee, miss my cue, still anchored by my fear. But time rolls on like open roads, and soon she won't be here. Oh, traveler, you carry the sun
stride, leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your wandering dance. Maybe next year in Madrid, or on some quiet mountain ridge, I'll see you turn and I'll be brave. But what if courage comes too late? Oh, traveler, the world is your open gate, and I just stood afraid of fate. If I don't take that step today, you'll vanish with the train, and I'll never see your smile again. ഗൈസ്, അങ്ങനെ ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ നിന്നെല്ലാം ഞങ്ങൾ മുകളിൽ വന്നു. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പിന്നെയും പുറപ്പെട്ടു. അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് പരുന്തുംപാറയാണ്. അതിനു മുമ്പായിട്ട് ഇത്രയും നേരം ഡാൻസ് ഒക്കെ കളിച്ചതുകൊണ്ട് ഇനി നമ്മളൊന്ന് ഡാൻസ് ട്രാക്ക് മാറ്റിപ്പിടിച്ച് പാട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡയാന മിസ്സും അന്നമ്മ ടീച്ചറും ജെയ്സൺ സാറും ഒക്കെ പാട്ട് പാടി കേട്ടോ ഈ നേരത്ത്. പക്ഷെ അതൊന്നും എനിക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റില്ല. ഞാനൊരു ഉറക്കം മൂഡിലായിപ്പോയി. പിന്നെ പറ്റുന്ന കുറച്ച് സീനറികളും കുറച്ച് പാട്ടുകളും ഒക്കെ നമ്മളിങ്ങനെ പിടിച്ചു. അപ്പം ഇനി കുറച്ച് അല്പം സ്വല്പം മ്യൂസിക് ഇട്ടങ്ങോട്ട് കേട്ടാ ഞാൻ. രാവിലെ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ടു നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ Yes guys, we have reached the next destination, that is our പരുന്തുംപാറ. ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. പരുന്തുംപാറയിൽ വെച്ച് ഞങ്ങൾ സൺസെറ്റ് കണ്ടു. കുറച്ച് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. അപ്പോൾ നല്ല സുഖമായിരുന്നു അവിടെ. നമുക്കൊരു അസ്വസ്ഥതയൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ കുറേ നേരം ഞങ്ങളവിടെ നിന്നു. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ കുറേ റീൽസൊക്കെ വഴിയെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ ഐ തിങ്ക് എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കാരണം നമ്മുടെ ജേർണി അവസാനിക്കാറായിട്ട് പോലും ആർക്കും അതിൻ്റേതായ ഒരു ക്ഷീണമോ ഒന്നും തന്നെ അനുഭവപ്പെട്ടില്ല. അതായത് എനിക്കൊന്ന് നമ്മൾ പോയ ലൊക്കേഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെന്ന ടൈമും എല്ലാം നല്ലൊരു ടൈമായിരുന്നു. ഫെബ്രുവരി മന്ത് ആയിരുന്നു. അപ്പം നമുക്കറിയാം ക്ലൈമറ്റ് ഓൾമോസ്റ്റ് തണുത്ത ക്ലൈമറ്റാണ്. പിന്നെ ഈവനിങ് ടൈമും അവിടുത്തെ ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റീസ് എല്ലാം അനുസരിച്ചിട്ട് ഇറ്റ് വാസ് ഓക്കെ. പക്ഷേ ഒരു പ്രശ്നമുള്ള എൻ്റെ കണ്ണിൽപ്പെട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒട്ടും നീറ്റ് അല്ലായിരുന്നു. കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആൻഡ് ഒരു ഗ്രീനറി എനിക്കവിടെ ഫീൽ ചെയ്തില്ല. ആക്ച്വലി അത് പറയണമല്ലോ. എനിക്കവിടെ ഒരു പച്ചപ്പും ഹരിതാപവും എനിക്കവിടെ ഫീൽ ചെയ്തേ ഇല്ല. ഒരു ഭയങ്കരമായ ഈ പൊല്യൂട്ടഡ് ഏരിയ അങ്ങനത്തെ ഒരു ഫീലാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഭയങ്കരമായ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ജോഗ്രഫിക്കൽ ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് അതായിരുന്നു. പക്ഷെ ഒരു ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭംഗിയുണ്ട്. എന്നാൽ നമുക്ക് പറയത്തക്ക രീതിയിൽ അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്താൽ പോലും നമുക്ക് പറഞ്ഞറിയിക്കാത്തക്ക രീതിയിൽ ഭംഗി എനിക്കവിടെ പേഴ്സണലി ഫീൽ ചെയ്തില്ല.
ഗായ്സ്, അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഒരു 8 മണി 8:10 ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഡിന്നറിന് വേണ്ടിയിട്ട് മിസ്റ്റി മൗണ്ടെയ്ൻസിൽ നമ്മൾ എത്തിച്ചേർന്നു. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം മിസ്റ്റി മൗണ്ടെയ്ൻസ് സ്പെൻഡ് ചെയ്തു. അതും നല്ലൊരു അനുഭവമായിരുന്നു ആക്ച്വലി. കാരണം നല്ല ഒരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. ആ കൂൾ ക്ലൈമറ്റിൽ നമ്മൾ അവിടെ ആ ഒരു ചെറിയൊരു ഇറ്റ് വാസ് എ വെരി ബിഗ് സ്പേസ്, വലിയ സ്പേസ് ആയിരുന്നു. പക്ഷെ നമ്മൾ ചെറിയൊരു സ്പേസ് മാത്രമേ നമ്മൾ യൂട്ടിലൈസ് ചെയ്തുള്ളൂ. കാരണം രാത്രിയായിരുന്നു, അധികം നമുക്ക് പുറത്തോട്ടൊക്കെ പോയി കാണാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്പേസസ് എല്ലാം നമ്മൾ വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, കുറേ സംസാരിച്ചു. രാവിലെ തൊട്ട് നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറേ സംസാരിച്ചു. വീടുകളിലെല്ലാം വിളിച്ച് പറഞ്ഞു. വീട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കോൾസ് വരുമല്ലോ, എവിടം വരെ ആയി എന്നുള്ള അങ്ങനെ എല്ലാം പറഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ചു. ഫുഡാണെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് എ പെയിൽ ഫുഡായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്കങ്ങനെ ഡിന്നറിന് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ചെറിയ ചെറിയ കുറേ ലിറ്റിൽ ബിറ്റ് മൊമെൻറ്റ്സ് ടു റിമെമ്പർ ഫോർ അവർ, അതിന് വേണ്ടിയിട്ടായിട്ട് കുറേ മൊമെൻറ്റ്സും ഒക്കെ നമുക്ക് കിട്ടി. നമ്മൾ കുറേ വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്തൊക്കെ വെച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ എല്ലാവരും പിന്നെ ബസ്സിലേക്ക് കയറി. ബസ്സിൽ കയറിയാലും നമ്മൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. അരിക്കുത്ത്, അരിപ്പൊടി, ജീരകം, മഞ്ഞളൊക്കെ തമരയിടി എല്ലാരും മറക്കണം. ഞാൻ വിശപ്പെടാ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ വിശപ്പെട്ട് ഇങ്ങനെ തിരിഞ്ഞു പോവാ. അങ്ങനെ നേരെ വിളിച്ചു കഴിഞ്ഞാൽ ജൂന ഫിറ്റായി വന്നിട്ട് സാറിനൊക്കെ